ഫ്രണ്ട്സ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ 3 നില കെട്ടിടം തകർന്നു വീണ് ഒരു വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ച ഇന്നലെ നമ്മൾ കണ്ടു. 2 മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വൈകി എന്നാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനം നടത്താൻ വൈകി എന്ന് പറയുന്നു. പക്ഷേ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ജയകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഫേമസ് കാർഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു അത്രേ, അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല, ആ കെട്ടിടം ഉപയോഗശൂന്യമാണ്, അതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്, ആ ബ്ലോക്കിലേക്ക് ആരും പോകാറില്ല, അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്രേ രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇദ്ദേഹത്തിനെ ബലിയാടാക്കിയതാണ്. ഡോക്ടർ ജയകുമാർ വളരെ നല്ലൊരു കാർഡിയോളജിസ്റ്റ് ആണ്. കോട്ടയം ഭാഗത്തുള്ളവരോടൊക്കെ ചോദിച്ചറിയാം, അദ്ദേഹം 50-60 ലക്ഷം രൂപ പുറത്ത് ഏതെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ ഹോസ്പിറ്റലിലോ പോയാൽ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു മനുഷ്യനാണ്. അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ് അദ്ദേഹം. വളരെ പക്ഷേ അദ്ദേഹം അത് ചെയ്യാതെ ഗവൺമെന്റിനെ സേവിക്കാൻ വേണ്ടി, പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും മനഃപൂർവ്വം അദ്ദേഹം ഒരു കള്ളത്തരം പറഞ്ഞാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനെ ബലിയാടാക്കിയതാണ് CPM. കാരണം എന്തെങ്കിലും ഒരു ദാരുണ സംഭവം ഉണ്ടായാൽ അത് ആരുടെയും തല വെച്ച് കെട്ടി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് CPM ഇപ്രാവശ്യം കണ്ടുപിടിച്ചത് ഡോക്ടർ ജയകുമാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി CPM-നെ മാത്രം പറയുന്നില്ല. 2013 ഈ കെട്ടിടം പ്രശ്നമാണ്, ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് എഞ്ചിനീയർ റിപ്പോർട്ട് കൊടുക്കുന്നത്. 2013 ഇവിടെ UDF ആണ് ഭരിക്കുന്നത്. പക്ഷേ 2016 3 വർഷത്തിന് ശേഷം CPM വന്നു. അതിനുശേഷം പ്രത്യേകിച്ച് അവിടെ ഒന്നും നടന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഇന്ന് ഡോക്ടർ സരിതാ ശിവരാമൻ നേരത്തെ ആശുപത്രി സൂപ്രണ്ടിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അവരതിനകത്ത് പറയുന്നുണ്ട്, കോവിഡ് സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഏകോപിപ്പിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇവരെ കൊണ്ട്, ശൈലജ ടീച്ചറിനെ കൊണ്ട്, ആരോഗ്യമന്ത്രിയായിരുന്ന ആ സമയത്ത് 2016 സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ഒരുമ, ആ ഒരു ഐക്യം ഇപ്പോൾ ഇല്ലേ എന്നാണ് ഡോക്ടർ സരിതാ ശിവരാമൻ ചോദിക്കുന്നത്. അവിടെയാണ് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഒരു ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ ഒരു പരാജയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടതാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഇഷ്യൂസൊക്കെ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ സഹി കെട്ടിട്ട് ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ ഒരു ആർജവം ശരിക്കും ഡോക്ടർ ജയകുമാറിനുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനൊരു കാര്യം CPM ആവശ്യപ്പെട്ടപ്പം അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി എന്ത് ഫ്ലോപ്പാണ് എന്ന് നമ്മൾ പൊതുജനങ്ങൾ പറയേണ്ടി വരുന്നത്. എന്തായാലും ഇവർ LDF ഇടതും വലതും മാറി മാറി ഭരിച്ച് പൊതുജനങ്ങളെ വട്ടക്കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ നമ്മളോട് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കുത്തും, അവർ വീണ്ടും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. വെള്ളത്തിലെ ആമ്പൽ പോലെ നമ്മളിങ്ങനെ മുങ്ങിയും പൊങ്ങി ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ നാട്ടിലൊരു വികസനം വരാൻ പോകുന്നില്ല, ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നില്ലെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒക്കെ സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.